നിങ്ങൾ മറ്റുള്ളവർക്ക് നല്ലത് ആഗ്രഹിക്കുമ്പോൾ നല്ല കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരും. ഇത് പ്രകൃതിയുടെ നിയമമാണ്. വിജയത്തിന് പ്രത്യേക രഹസ്യങ്ങളൊന്നുമില്ല. തയ്യാറെടുപ്പ്, കഠിനാധ്വാനം, പരാജയത്തിൽ നിന്നും പാഠം പഠിക്കൽ എന്നിവയുടെ ഫലമാണത്. അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന നിരാശ ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തെ ഇരുട്ടിലേക്ക് നയിക്കുന്നതായി തോന്നാം. എന്നാൽ നമ്മുടെ ഉള്ളിൽ അല്പമെങ്കിലും നന്മ അവശേഷിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നാം വെളിച്ചത്തിലേക്ക് തന്നെ തിരിച്ചെത്തും. ബുദ്ധിയുള്ള ആളുകൾ മറ്റുള്ളവരുടെ പ്രശംസ കേൾക്കാൻ വേണ്ടി മാത്രം അധികം പ്രവർത്തിക്കുകയില്ല. അതുപോലെ പ്രതിസന്ധികളെ തരണം ചെയ്യുന്നതും അവർക്ക് എളുപ്പമാണ്. പലപ്പോഴും ജയിക്കാൻ നിങ്ങൾക്ക് സൗന്ദര്യമോ ശരീരഭംഗിയോ ആവശ്യമില്ല. നിങ്ങൾക്ക് ആവശ്യം കഴിവുള്ള മനസ്സും അത് പ്രകടിപ്പിക്കാനുള്ള ധൈര്യവുമാണ്. ഒരാളുടെ തെറ്റുകൾ ഒരിക്കലും മറ്റുള്ളവരോട് പറയരുത്. അത് അയാളോട് തന്നെ പറയുക. കാരണം ആ തെറ്റ് തിരുത്തേണ്ടത് അയാളാണ്, മറ്റുള്ളവരല്ല. നിങ്ങളിൽ ഏറ്റവും മികച്ചത് കണ്ടെത്തുന്നവരോടൊപ്പം സമ്പർക്കം പുലർത്തുക. നിങ്ങളെ സമ്മർദ്ദത്തിലാക്കുന്നവരുമായല്ല സഹകരിക്കേണ്ടത്. എപ്പോഴും സന്തോഷത്തോടെ നിലകൊള്ളുക. നിങ്ങളുടെ സന്തോഷത്തിന്റെ താക്കോൽ നിങ്ങളുടെ കയ്യിലാണ്. ആരെയും ഒരുപാട് സ്നേഹിക്കരുത്. കാരണം ഒരാളെ അമിതമായി സ്നേഹിക്കുമ്പോൾ തെറ്റില്ലെങ്കിൽ കൂടി അയാളിലെ ചെറിയൊരു മാറ്റം പോലും സഹിക്കാൻ കഴിയാതെ വരും. അപ്പോൾ പലതും ചിന്തിച്ച് മനസ്സ് വേദനിപ്പിക്കും. അതാണ് യാഥാർത്ഥ്യം. ജീവിതം നിങ്ങൾക്ക് ഏറ്റവും മികച്ച അവസരങ്ങൾ നൽകിയേൽക്കാം. എന്നാൽ നിങ്ങളുടെ മാനസികാവസ്ഥ ഫലങ്ങൾ നിർണ്ണയിക്കും. സ്നേഹം ഭിക്ഷയായി ചോദിച്ചു വാങ്ങരുത്. ഏറ്റവും വില കുറഞ്ഞ നാണയത്തുട്ടുകളാണ് പലപ്പോഴും ഒരു യാചകന് ലഭിക്കുന്നത്. ആഗ്രഹിക്കാം, പക്ഷേ ലഭിക്കണമെന്ന് വാശി പിടിക്കരുത്. സ്നേഹിക്കാം, പക്ഷേ തിരിച്ചവർ സ്നേഹിക്കണമെന്ന് വാശി പിടിക്കരുത്. നിങ്ങളുടെ സ്വന്തക്കാരാരാണെന്ന് ചോദിക്കുന്നവരോട് പറയുക, അവസ്ഥ നല്ലതാണെങ്കിൽ എല്ലാവരും സ്വന്തക്കാർ, അവസ്ഥ മോശമായാൽ സ്വന്തക്കാരുമില്ല, ബന്ധുക്കളുമില്ല. നമ്മുടെ തോൽവി ചിലരുടെ സ്വപ്നമായിരിക്കും. നമ്മുടെ കീഴടങ്ങൽ ചിലരുടെ ആഗ്രഹമായിരിക്കും. ഇവയ്ക്കെല്ലാം അപ്പുറം നമ്മുടെ പോരാട്ടവും നമ്മുടെ വിജയവും നമ്മുടെ മാത്രം ലക്ഷ്യമാണ്. ആ ലക്ഷ്യത്തിലെത്താനാണ് നാം ശ്രമിക്കേണ്ടത്. നിഷ്കളങ്കരായ സ്ത്രീകൾ സംസാരിക്കുമ്പോൾ പൊതുവെ സത്യസന്ധരായിരിക്കും. അറിവുണ്ടായിട്ടും ഒന്നും അറിയാത്തവനായി നടിക്കുക. അറിവില്ലാതെ എല്ലാം അറിയാവുന്നവനായി നടിക്കരുത്. നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് നന്ദി. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.